ഗാസയിലെ വെടിനിർത്തലൊക്കെയായി, ബന്ദികളെ വിട്ടുകൊടുക്കുന്നു, പലസ്തീനികളെ ജയിലിൽ നിന്ന് വിട്ടുകൊടുക്കുന്നു. എന്നാൽ പോലും ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. 2023 ഒക്ടോബർ 7 എങ്ങനെ ഇസ്രയേലിലേക്ക് കടന്നു കയറി ഹമാസിന് വലിയ കൂട്ടക്കൊല, ജൂതന്മാർ അവരുടെ നാസികളുടെ കാലത്ത് അനുഭവിച്ച കൂട്ടക്കൊലയ്ക്ക് ശേഷം ഒരിക്കലും മറക്കാനാവാത്ത അതിഭീകരമായ ഒരു കൂട്ടക്കൊലയ്ക്ക് അവരുടെ മണ്ണിൽ വെച്ച് ഇരയായി. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നുള്ള ഒരുപാട് തിയറികളുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മുടെയല്ല, പഴയ കുപ്രസിദ്ധനായ അൽ ഖ്വയ്ദ നേതാവ് ഒസാമ ബിൻ ലാദനുമായി ചില ബന്ധങ്ങൾ, ബിൻ ലാദനുമായിട്ടല്ല, ബിൻ ലാദൻ്റെ സംഘവുമായിട്ടൊക്കെയുള്ള ചില ബന്ധങ്ങളെക്കുറിച്ച് അമേരിക്ക തന്നെ പറയുന്നു എന്നാണ് പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ. CIA ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന സാറ ആഡംസ് അന്വേഷിച്ച്, അത് CIA മൊത്തം നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും, അന്വേഷിച്ചിട്ട് എഴുതിയിട്ടുള്ള ദീർഘമായ റിപ്പോർട്ട്. അതിദീർഘമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. ഒക്ടോബർ 7 നോ ദൈ എനിമി എന്നാണ് റിപ്പോർട്ടിൻ്റെ പേര്. അതിൽ അവർ പറയുന്നത്, ഇവർ നേരത്തെ ബംഗാസി നോ ദൈ എനിമി എന്ന് പറഞ്ഞിട്ട് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ പറ്റി നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇവർ പറയുന്നത് ഈ ഹമാസ് മാത്രമൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ ആസൂത്രണത്തിൻ്റെ പിന്നിൽ. 1.5 കൊല്ലം ഇതിൻ്റെ ആസൂത്രണം നടന്നു. ആ ആസൂത്രണത്തിൽ ഒരു പ്രധാനപ്പെട്ടയാൾ ഈ അൽ ഖ്വയ്ദയുടെ ഇപ്പോഴത്തെ എമീർ ഹംസ ബിൻ ലാദൻ, ഒസാമ ബിൻ ലാദൻ്റെ മകൻ ഹംസ ബിൻ ലാദൻ ആയിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ശരിക്കും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ടാണ് ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നത്. അതിൽ പങ്കെടുത്ത ആളുകളുടെ പേരുമൊക്കെ ഈ റിപ്പോർട്ടിൽ ഉണ്ട്. അൽ ഖ്വയ്ദ, താലിബാൻ, ഹക്കാനി നെറ്റ്വർക്ക്, ഇറാൻ്റെ എലൈറ്റ് വരേണ്യ പട്ടാളം IRGC, ഹമാസ്, ഇത്രയും തീവ്രവാദ സംഘടനകൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നു, സംസാരിച്ചിരുന്നു. ഈ ഒക്ടോബർ 7 നടന്നത് ഒരു ഡ്രസ് റിഹേഴ്സൽ, ഒരു റിഹേഴ്സൽ മാത്രമായിരുന്നു. ശരിക്കും അവരുടെ ഉദ്ദേശം ഒക്ടോബർ 7 അവിടെ അങ്ങനെ. അതിനുശേഷം ഈ ആഗോളമായി തന്നെ, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ ലക്ഷ്യമാക്കിയിട്ട് ഈ മോഡലിൽ ഒരുപാട് ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം എന്നും പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടു പോയല്ലോ, അധിനിവേശം കഴിഞ്ഞ് 2021 പോയി. അതുകൊണ്ട് പിന്നീട് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് അവിടെ ഗൂഢാലോചനയ്ക്ക് ഇവർക്ക് സൗകര്യം ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും IRGC, അൽ ഖ്വയ്ദ, താലിബാൻ ഇവരാണ് മുന്നിട്ടിറങ്ങിയത് ഇതിനു വേണ്ടി. സെയ്ഫ് അൽ അദേൽ, ഈ അൽ ഖ്വയ്ദയുടെ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ തലവൻ, ഇതിൻ്റെ ആളുകളുടെ പേര് പറയുക, ഹംസ ബിൻ ലാദൻ, ബിൻ ലാദൻ്റെ മകൻ, അൽ ഖ്വയ്ദയുടെ ഇപ്പോഴത്തെ എമീർ. മുഹമ്മദ് ദെയ്ഫ്, ഹമാസിന്റെ നേതാവ്. മുഹമ്മദ് ദെയ്ഫാണ് ഈ ചർച്ചകളിൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം. അതെ, ദെയ്ഫ്. ബ്രിഗേഡിയർ മുഹമ്മദ് മുസേമി, IRGCയുടെ ഇൻ്റലിജൻസ് മേധാവി, ചാരമേധാവി. താലിബാൻ്റെ ചീഫ് ഹൈബത്തുള്ള അഖുൻസാദ. പിന്നെ മുല്ല യാക്കൂബ് മുജാഹിദ്, താലിബാൻ്റെ പ്രതിരോധ മന്ത്രി. സിറാജുദ്ദീൻ ഹക്കാനി, താലിബാൻ്റെ ആഭ്യന്തരമന്ത്രി. ഇത്രയും പേരാണ് ചർച്ചകളിൽ. താലിബാനും പങ്കുണ്ടായിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ ഭരിക്കുന്ന താലിബാൻ. അതെ, അഫ്ഗാനിസ്ഥാന് അമേരിക്ക സഹായം കൊടുത്തിട്ടും അഫ്ഗാനിസ്ഥാന് അമേരിക്ക സഹായങ്ങൾ കൊടുത്തിട്ടും അഫ്ഗാനിസ്ഥാൻ ഈ പണി ചെയ്തു എന്നുള്ളതാണ് ശരിക്കും ഈ റിപ്പോർട്ടിൻ്റെ ശീർഷകമായിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അവർ അമേരിക്കക്കാരിയാണല്ലോ, ആംഗിളിലാണ് അവർ ആലോചിക്കുക. ഈ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടല്ലോ 2020 അവിടെ കൊന്നത്. ഖാസിം സുലൈമാനിയാണ് താലിബാനെയും അൽ ഖ്വയ്ദയും തമ്മിൽ ബന്ധിപ്പിച്ചത് ഇതിനു വേണ്ടിയിട്ട്. ഈ കസേമി, അൽ ഖ്വയ്ദയുടെ നേതാക്കൾ അദൽ, ഹംസ എന്നിവരെ ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പാർപ്പിച്ചുകൊണ്ടിരുന്നു.
കുറെ കാലം ഹംസ ഇറാനിലാണല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്. ഇറാൻ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. അബ്ദുൽ അസീം അൽ മൂസ ബിൻ ഐ ഇയാളും അയാളെ സംരക്ഷിച്ചിരുന്നു. പിന്നെ 2012 ഈ അലി ബിൻ ആയി ആണ് 2012 ബംഗാസി അക്രമത്തിൻ്റെ സൂത്രധാരൻ. ബംഗാസി അക്രമം എന്ന് പറഞ്ഞാൽ ഈ ബംഗാസിയിലെ അമേരിക്കൻ എംബസി പിന്നെ CIA അനക്സ് എംബസിയോട് ചേർന്നുള്ള ഇത് അൽ-ഖ്വയ്ദ ആക്രമിച്ചതാണ് ഈ ബംഗാസി സംഭവം എന്ന് അറിയപ്പെടുന്നത്. ഈ റിപ്പോർട്ട് എഴുതിയ സാറേയും അതിനെപ്പറ്റി നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. മൂസ മിഡിൽ ഈസ്റ്റിൽ രഹസ്യ ഓപ്പറേഷനുകളൊക്കെ നടത്തിയിരുന്ന ആളാണ്. ഈ അദൽ ഈ അൽ-ഖ്വയ്ദയുമായി ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഹംസ ഈ സമയത്തൊക്കെ വസീറിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ പ്രദേശത്ത് ഒളിവിലായിരുന്നു. ഹംസയുടെ സഹോദരൻ അബ്ദുള്ള, അബു ഇഖ്ലാബ് അൽ മസ്രി എന്നിവർ അഫ്ഗാൻ ഭരണകൂടം വീഴാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴത്തെ ഈ താലിബാൻ ഭരണകൂടം വീഴട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അദൽ ഖസേമി എന്നിവർ അവരും ഭരിച്ചോട്ടെ എന്നൊക്കെയുള്ള സമാധാന ആശയത്തിന് അട്ടിമറിച്ചു. പക്ഷെ നമ്മളിത് നോക്കുമ്പോൾ ഇതിനകത്ത് ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ ഷിയ സുന്നി ഭേദങ്ങളില്ലാതെ ഒരുമിച്ച് ആസൂത്രണം ചെയ്തതാണ് ഈ കൂട്ടക്കൊല. ഇസ്രയേലിനെ തകർക്കുക എന്നുള്ള അജണ്ടയിൽ ഷിയ എന്നോ സുന്നി എന്നോ വ്യത്യാസമില്ല, ഉണ്ടായിരുന്നില്ല. ഹമാസിനെ ഫണ്ട് ചെയ്തിരുന്നതും ഈ ഷിയ രാജ്യമായിരുന്നല്ലോ. അതെ, ഷിയ രാജ്യങ്ങളും ഉണ്ടായിരുന്നു. ഇസ്രയേലിനെതിരെ ഇവരെല്ലാവരും ഒന്നിച്ചു നോക്കും. ഖത്തറൊക്കെ ഉണ്ട് ഹമാസിനെ സഹായിച്ചത്. അതെ അതെ, ഈജിപ്തും ഒക്കെ ഉണ്ടല്ലോ, തുർക്കിയുണ്ട്, അതുണ്ട്. അപ്പോൾ യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ശ്രദ്ധ യൂറോപ്പിലേക്ക് പോയി. അമേരിക്കയുടെ യൂറോപ്യൻ ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്രയേലിനെതിരെ ഇറങ്ങാമെന്ന് വിചാരിച്ചു 2022 മാർച്ച് മുതൽ അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. ഹംസയും സഹോദരൻ അബ്ദുള്ളയും പിന്നെ ഈ ആസൂത്രണത്തിൻ്റെ ചുമതല അവർക്കായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം കൊടുത്തു ഹമാസ് ഭീകരർക്ക്. അഫ്ഗാനിസ്ഥാനിൽ പരിശീലനം കൊടുത്തു. ഈ IRGC മൂസ ബിൻ അലിയെ അങ്ങോട്ട് അയച്ചു ഈ മേൽനോട്ടത്തിനും ഫണ്ടിങ്ങിനും ഒക്കെ വേണ്ടി. ഹക്കാനിയും അതിൻ്റെ കൂടെ കൂടി. മൂസയ്ക്ക് ഹക്കാനിയുമായിട്ട് വിവാഹ ബന്ധം ഉണ്ടായിരുന്നു, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ. അപ്പോൾ ഇവിടുന്ന് ഇറാനിൽ നിന്ന് പോകുന്ന ആളിന് ഹക്കാനിയെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരുന്നു, വിവാഹ ബന്ധുവായിരുന്നു. 2022 മാർച്ചിൽ തെക്ക് പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലെ അൽ-ഖ്വയ്ദ ക്യാമ്പിൽ താലിബാൻ്റെ ചീഫ് ഹൈബത്തുള്ളയുടെ പട്ടാള ഉപദേഷ്ടാവ് മുല്ല ഉബൈദുള്ള അഖുസാദ ആക്രമണം ആസൂത്രണം ചെയ്തു. സകലരും ആ ചർച്ചകളിൽ പങ്കെടുത്തു. ആസൂത്രണത്തിൻ്റെ നേരത്തെ നമ്മൾ പേര് പറഞ്ഞൊക്കെ. ഇതേപ്പറ്റി അമേരിക്കയിൽ അമേരിക്കയുമായിട്ട് ഇപ്പോൾ ദോഹയിൽ ചർച്ച നടത്തിയില്ലേ, വെടിനിർത്തൽ ചർച്ച. ആ ചർച്ച നടത്തിയ കൂട്ടത്തിലുണ്ടായിരുന്ന താലിബാൻ നേതാക്കൾ ഈ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന മുല്ല അബ്ദുള്ള ഗനി ബറാദൻ, ദോഹ ഓഫീസ് മേധാവി ഷർ മുഹമ്മദ് അബ്ബാസ് ഷിനിക്സൈ എന്നിവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. ഇങ്ങനെ ഹമാസ് ആക്രമണം, അവരാണ് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ പേരുകളൊക്കെ പുറത്തു വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, ഇസ്രയേൽ ഇതൊക്കെ നോക്കി വെക്കും. സംശയമുണ്ടോ? എന്നിട്ട് സാറ പറയുകയാണ് റിപ്പോർട്ടിൽ, മാസം $10 മില്യൺ ഈ ദോഹ ഓഫീസ് ഉണ്ടല്ലോ, ഈ ദോഹ ഓഫീസിന് അമേരിക്ക സഹായം ചെയ്യുന്നുണ്ടായിരുന്നു. ദോഹ ഓഫീസ് നടത്തിക്കൊണ്ട് പോകാൻ ഇത്രയും പൈസ കൊടുത്തിട്ടാണ് അത് വാങ്ങിച്ചിട്ടാണ് ഹമാസിന് വേണ്ടി പണിയെടുത്തത്. ഈ പറഞ്ഞ $10 മില്യൺ എന്ന് പറഞ്ഞാൽ മാസം കൊടുക്കുന്നത് 86 കോടി രൂപയാണ് ദോഹ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു മാസം. അപ്പോൾ അമേരിക്കയ്ക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും. പക്ഷേ ആ സമയത്ത് അമേരിക്ക ഇപ്പോൾ വെടിനിർത്തലിൽ പങ്കെടുത്ത ഇവർ തന്നെയാണ് മറ്റേ ആസൂത്രണത്തിൽ ഉണ്ടായിരുന്നതെന്ന് അറിഞ്ഞില്ലായിരുന്നു. അല്ല, ഞാനതിനകത്ത് പറയുന്നത്, ഇതിനകത്ത് ഞാനൊരു ഇല്യൂമിനാറ്റി തിയറി കൊണ്ടുവരിക. അമേരിക്കയ്ക്ക് അറിയില്ല എന്നൊക്കെ വിശ്വസിക്കാൻ അത്ര എളുപ്പമൊന്നുമില്ല. അമേരിക്കയ്ക്ക് ഇതൊക്കെ അറിയാം.
ഇങ്ങനെ നടക്കട്ടെ, ഇങ്ങനൊരു സംഭവം ഉണ്ടാവട്ടെ, അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാവട്ടെ. ഗാസയിലൂടെയാണല്ലോ സൂയിസ് കനാലിൻ്റെ ബദലായിട്ട് അമേരിക്ക പ്ലാൻ ചെയ്യുന്ന ഒരു പുതിയ കനാൽ വരേണ്ടത്. ഗാസ ക്ലീനാക്കണ്ടേ? ക്ലീനാക്കണം. അപ്പോൾ അവിടെ ഇവന്മാരുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഇസ്രയേലിൽ കയറി ഹമാസ് ആക്രമിച്ചതിന് പിന്നിൽ അമേരിക്കയുടെ ഒരു മനസ്സറിവും കൂടെ ഉണ്ടായിരിക്കും. അത് ശരിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഹമാസ് ക്ലീനപ്പ് ചെയ്യണം, ശുദ്ധിയാക്കി. ഇവരൊന്നും ഇസ്രയേൽ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു. അതെ, അത് രണ്ടാമത് പണിത് ശരിയാക്കി എടുക്കണം. സമയമെടുക്കും. ഇവരെയൊക്കെ റീലൊക്കേറ്റ് ചെയ്യണമെന്ന് ട്രംപ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. മറ്റേ ജോർദാനോടും ഈജിപ്തിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അബ്ദുള്ള രാജാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രതികരണം വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും പുതിയ കനാൽ ഗസയിലൂടെ വെട്ടിയാൽ നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തല്ലോ. അല്ലെങ്കിൽ അപ്പോൾ ട്രംപ് പറയും, ഞങ്ങൾ ഇനിയും നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ സേന അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണം. അത് കുറച്ച് പൈസ തന്നേക്കാം, കുറച്ച് പൈസ കൂടുതൽ, ഇപ്പോൾ ചെറുതിനേക്കാൾ കൂടുതൽ തന്നേക്കാം. അപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം ഇത് നടക്കട്ടെ, ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഗസ ക്ലീനായി കിട്ടും, നമ്മുടെ കനാൽ അതിലെ വെട്ടാം. പലസ്തീൻ എന്ന് പറഞ്ഞൊരു രാജ്യമില്ല, ക്ലീൻ. അതായിരിക്കാം. അപ്പോൾ ഇത് കോൺസ്പിറസി തിയറികളുണ്ട്. അമേരിക്ക നമ്മളൊന്ന് കാണുമ്പോൾ അവർ 9 കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.